ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നിങ്ങൾക്ക് LSSുമായി ബന്ധപ്പെട്ട് മലയാളം സബ്ജക്റ്റിലെ രണ്ടാമത്തെ യൂണിറ്റിൽ വരുന്ന കുറച്ച് എക്സാം ബേസ്ഡ് മോഡൽ ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. അതിനു മുമ്പേ നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആവുമെങ്കിൽ ലൈക്ക് ചെയ്യുക. ചോദ്യം 1. ഇനിയും മുന്നോട്ട് എന്ന പാഠഭാഗം ഊന്നൽ നൽകുന്ന പ്രമേയം. ഓപ്ഷൻ എ ദാരിദ്ര്യം, ബി വിശപ്പ്, ഓപ്ഷൻ സി അതിജീവനം, ഓപ്ഷൻ ഡി യാത്ര. ഉത്തരം ഓപ്ഷൻ സി അതിജീവനം. ചോദ്യം 2. വൈലോപ്പിള്ളിയുടെ കൃതികളിൽ ഉൾപ്പെടാത്തത് ഏത്? ഇവിടെ താഴെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഒന്ന് മാത്രം വൈലോപ്പിള്ളിയുടെ കൃതി അല്ല. അതേതാണെന്ന് അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ കന്നിക്കൊയ്ത്ത്, ബി കുടിയൊഴിക്കൽ, മകരക്കൊയ്ത്ത്, ഓപ്ഷൻ ഡി പൂക്കളുടെ ഭാഷ. ഉത്തരം ഓപ്ഷൻ ഡി പൂക്കളുടെ ഭാഷ. പൂക്കളുടെ ഭാഷയാണ് വൈലോപ്പിള്ളിയുടെ കൃതി അല്ലാത്തത്. അടുത്ത ചോദ്യം, കൂസിടാതെ എന്നതിൻ്റെ അർത്ഥമായി വരാത്ത പദം താഴെ കൊടുത്തതിൽ ഏത്? നിങ്ങൾ ചോദ്യങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കണം. ഇവിടെയും അർത്ഥം വരാത്ത പദമാണ് ചോദിച്ചത്. ഓപ്ഷൻ എ വകവെക്കാതെ, ഓപ്ഷൻ ബി സാരമാക്കാതെ, ഓപ്ഷൻ സി കാവൽ നിൽക്കാതെ, ഓപ്ഷൻ ഡി കണക്കിലെടുക്കാതെ. ഉത്തരം കാവൽ നിൽക്കാതെ. കാത്തു നിൽക്കുകയാം ഓണം. ഈ വരികളിൽ നൽകുന്ന സൂചന എന്താണ്? ഈ വരി എന്താണ് അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിച്ചത്. പ്രതീക്ഷയുടേതാണോ, ആകാംക്ഷയുടെ, ജിജ്ഞാസയുടെ, ഭയത്തിൻ്റെ? ഇതിൻ്റെ ഏതാണ്? ഉത്തരം പ്രതീക്ഷയുടെ. ഇനി അടുത്ത ചോദ്യം, ക്ഷേത്രങ്ങളോടനുബന്ധിച്ചിട്ടുള്ള ചെറിയ മരക്കൂട്ടങ്ങളാണ് എന്ത്? കണ്ടൽക്കാടുകൾ, കുറ്റിച്ചെടികൾ, പുൽമേടുകൾ, കാവുകൾ. ഉത്തരം കാവുകൾ. ചോദ്യം, പേമാരി അർത്ഥമാക്കുന്നത് എന്താണ്? ചാറ്റൽ മഴ, കനത്ത മഴ, ഇടിവെട്ട് മഴ. ഉത്തരം കനത്ത മഴ. കന്നിക്കൊയ്ത്ത് ആരുടെ കൃതിയാണ്? ആരാണ് കന്നിക്കൊയ്ത്ത് എഴുതിയതെന്നാണ് ചോദിച്ചത്. വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഇനി ആശംസ എന്ന കവിത എഴുതിയത് ആരാണ്? ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഇനി നിങ്ങളുടെ അടുത്ത ചോദ്യം, കാവുകൾ പൂ ചൂടുന്നു കാത്തു നിൽക്കുകയാമോണം. വൈലോപ്പിള്ളിയുടെ വരികൾ ഏത് കവിതയിലാണ്? ഇവിടെ നിങ്ങൾക്ക് കവിതയുടെ ഒരു വരിയാണ് തന്നത്. എന്നിട്ട് ആ കവിത ഏതാണെന്നാണ് ചോദിച്ചത്. വൈലോപ്പിള്ളിയാണ് എഴുതിയത്. ഉത്തരം ആശംസ. ആശംസ എന്ന് പറഞ്ഞ കവിതയിലെ വരികളാണിത്. ഇനി നിങ്ങൾക്കുള്ള അടുത്ത ചോദ്യം, ലോകമേ തറവാട് എനിക്ക് ചെടികളും പുൽക്കളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. ആരുടെ വരികൾ? ഇത് ഏതൊരു കവിതയുടെ കുറച്ച് വരികളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതാരാണ് ഈ വരികൾ എഴുതിയത് എന്നാണ് നിങ്ങളടുത്ത് ചോദിച്ചത്. ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ലോകമേ തറവാട് തനിക്ക് ചെടികളും പുൽക്കളും പുഴുക്കളും കൂടിത്തൻ. ഈ വരികൾ ഏത് കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്? നമ്മൾ പറഞ്ഞു വള്ളത്തോളാണ് ഇത് എഴുതിയതെന്ന്. ഇനി ഏതാണ് കൃതി? ഏതാണ്? ഉത്തരം എൻ്റെ ഗുരുനാഥൻ. കാര്യം ഇവിടെ പഠിച്ചു. എൻ്റെ ഗുരുനാഥൻ ആരാണ് എഴുതിയത്? വള്ളത്തോൾ നാരായണ മേനോൻ. ചോദിക്കുകയാണ്, ഈ എൻ്റെ ഗുരുനാഥൻ വള്ളത്തോൾ ആരെക്കുറിച്ചാണ് എഴുതിയത് എന്ന്. ഇപ്പോൾ നമ്മൾ കവിതയിലെ വരികൾ കണ്ടു. വള്ളത്തോൾ നാരായണ മേനോനാണ് എഴുതിയത് എൻ്റെ ഗുരുനാഥൻ. ഇനി ആരെക്കുറിച്ചാണ് എഴുതിയത്? ഉത്തരം മഹാത്മാഗാന്ധി. കവി ആര്? ഇവിടെ താഴെ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ്സ് തന്നിട്ടുണ്ട്. ഈ പോയിന്റ്സ് വായിച്ച് നോക്കിയിട്ട് നിങ്ങൾ ഇത് ആരെക്കുറിച്ചാണ് പറയുന്നത്, ഇത് ഏതോ ഒരു കവിനെ കുറിച്ചാണ് പറയുന്നത്, കവിയുടെ പേര് ആണ് നിങ്ങൾ കണ്ടെത്തേണ്ടത്. ഒന്നാമത്തെ പോയിന്റ്, ആധുനിക കവിത്രയത്തിൽ ഒരാൾ. കേരള കലാമണ്ഡലം ബധിരവിലാപം എന്ന കൃതിയുടെ രചയിതാവ്. ജീവിത കാലഘട്ടം 1878 മുതൽ 1958 വരെ. ആരാണ്? നിങ്ങൾക്ക് കിട്ടിയോ? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. ഇനി അടുത്ത ചോദ്യം, ഈ ലോകം എനിക്കിഷ്ടമാണ് എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം ജയന്തി മനോഹരൻ. 9 പേരവർ കൽപ്പണിക്കാർ ഓരമ്മ പെറ്റവരായിരുന്നു. ആരുടെ വരികളാണിത്? ഇത് ONV കുറിപ്പ്. ഇനി നിങ്ങൾക്കുള്ള അടുത്ത ചോദ്യം, റൊട്ടി എന്ന കവിത എഴുതിയത് ആരാണ്? ഉത്തരം മോഹനകൃഷ്ണൻ കാലടി.
ഇനി ആകാശത്ത് ഇരുൾ പരന്നപ്പോൾ വാവയ്ക്ക് എന്താണ് തോന്നിയത്? നിങ്ങൾക്കിവിടെ താഴെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇടിയും മഴയും വരുന്നതായി തോന്നി, പക്ഷികളുടെ വാവകൾ എന്ത് ചെയ്യുമെന്ന് തോന്നി, ലോകാവസാനം വരുന്നതായി തോന്നി, മെയ് നിറയുന്നതായി തോന്നി. എന്താണ് ഉത്തരം? നിങ്ങൾക്ക് കിട്ടിയോ? ഉത്തരം ലോകാവസാനം വരുന്നതായി തോന്നി. ഇനി വാവേ വാവേ എന്ന വീരാൻകുട്ടിയുടെ കവിത ഏത് കൃതിയിലേതാണ്? ഇനിയുള്ള ദിവസങ്ങൾ. വാവ ജീവനെ കാക്കുന്നു എന്ന കവിതാഭാഗം എഴുതിയത് ആരാണ്? ഉത്തരം വീരാൻകുട്ടി. അടുത്ത ചോദ്യം, വാവ ജീവനെ കാക്കുന്നു എന്ന കവിത വിനിമയം ചെയ്യുന്ന ആശയത്തിൽ ഉൾപ്പെടാത്തത് ഏത്? ഇവിടെ താഴെ നിങ്ങൾക്ക് കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഇതിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ് ചോദിച്ചത്. കുട്ടികളുടെ നിഷ്കളങ്കമായ സ്നേഹം, മറ്റു ജീവികളോടുള്ള സഹാനുഭൂതി, ജീവജാലങ്ങളുടെ സുരക്ഷിതത്വത്തിൽ ഉള്ള ആശങ്ക, കുട്ടികൾ തമ്മിലുള്ള സൗഹൃദം. ഇതിൽ ഏത് പോയിന്റാണ് ഈ കവിതയിൽ പറയാത്തത്? കുട്ടികൾ തമ്മിലുള്ള സൗഹൃദം. അടുത്ത ചോദ്യം ഒരു പിരിച്ചെഴുത്താണ്. അത്തണൽ വെട്ടം എന്ന് പിരിച്ചെഴുതിയാൽ എങ്ങനെയാണ് നമുക്ക് പിരിച്ചെഴുതാം? ആ പ്ലസ് തണൽ പ്ലസ് വെട്ടം. ഇങ്ങനെ ഒരു പിരിച്ചെഴുത്ത് നിങ്ങൾക്ക് ചോദിക്കാറുണ്ട് അല്ലേ? ആകാശമാകെ ഇരുൾ പരന്നു എന്ന വരികൾ സൂചിപ്പിക്കുന്നത് എന്താണ്? ഉത്തരം കനത്ത മഴയുടെ വരവ്. അടുത്ത ചോദ്യം, പറന്നു പറന്ന ചേക്കുട്ടിപ്പാവ എന്ന ബാലനോവൽ ആരുടേതാണ്? വീരാൻകുട്ടി. ഇനി അടുത്ത ചോദ്യം, വീടൊരു കാടായ പോലെ നിന്നു എന്ന വരികൾ കൊണ്ട് അർത്ഥമാക്കാത്ത ആശയം ചുവടെ തന്നതിൽ ഏതാണ്? ഓപ്ഷൻസ് വായിക്കാം, എന്നിട്ട് അർത്ഥം വരാത്തതാണ് ചോദിച്ചത്. വീട്ടിൽ ധാരാളം മരങ്ങൾ നട്ടു വളർത്തിയിട്ടുണ്ട്. കാട് പോലെ തന്നെ വീടും അവർക്ക് സുരക്ഷിതമാണ്. വീട്ടിലും അവർക്ക് കാട്ടിലെ സന്തോഷം ലഭിക്കുന്നു. മൃഗങ്ങളും മനുഷ്യരും അടങ്ങുന്ന ഒരു കൂട്ടായ്മ. ഉത്തരം വീട്ടിൽ ധാരാളം മരങ്ങൾ നട്ടു വളർത്തിയിട്ടുണ്ട്. വീടൊരു കാടായ പോലെ നിന്നു എന്ന് പറഞ്ഞാൽ വീട്ടിൽ ധാരാളം മരങ്ങൾ നട്ടു വളർത്തിയിട്ടുണ്ട് എന്നുള്ള ആശയമല്ല അതിൽ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലോകമേ തറവാട് തനിക്കീ ചെടികളും പുൽകളും പുഴുക്കളും കൂടിതൻ കുടുംബക്കാർ. ഈ വരികളുടെ അർത്ഥമായി വരാത്ത ആശയം ഏതാണെന്നാണ് ചോദിച്ചത്. വരികൾ തന്ന് നിങ്ങളോട് അർത്ഥം വരാത്തത് ചോദിക്കും. നിങ്ങൾ വരികൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക, എന്നിട്ട് ഓപ്ഷൻസ് വായിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ച് വായിക്കണം. ഇതിൽ അർത്ഥം വരാത്തതാണ് ചോദിക്കുന്നത്. ഈ ലോകം വലിയൊരു കുടുംബമാണ്. ജീവജാലങ്ങൾ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. എല്ലാ ജീവജാലങ്ങളും ഈ കുടുംബത്തിലെ അംഗങ്ങളാണ്. എല്ലാ ജീവജാലങ്ങളെയും സ്നേഹിക്കണം. ഇതിൽ പറയുന്നത് ലോകം എന്ന് പറയുന്നത് വലിയൊരു കുടുംബമാണ്. അതിലുള്ള ജീവജാലങ്ങളെല്ലാം നമ്മൾ സ്നേഹിക്കണം, അവർ നമ്മൾ കുടുംബക്കാരെ പോലെ കാണണം എന്നൊക്കെയാണ് പറയുന്നത്. സോ ഇതിൽ അർത്ഥം വരാത്ത ഓപ്ഷനായിട്ട് വരുന്നത് ജീവജാലങ്ങൾ നിലനിൽക്കേണ്ടത് ആവശ്യമാണെന്നാണ്. നെക്സ്റ്റ്, നിങ്ങൾ എന്ത് കൊടുക്കുന്നോ എന്ന പുസ്തകം എഴുതിയത് ആരാണ്? ഉത്തരം ശുദ്ധ സ്വത്ത് ബസു. ഇനി അടുത്തത്, ത്യാഗം എന്നതേ നേട്ടം, തായ്മദാനഭ്യുന്നതി യോഗവിത്തേവം ജയിക്കുന്നതിൻ ഗുരുനാഥൻ. ഈ വരികൾ എഴുതിയത് ആരാണ്? ഉത്തരം വെള്ളത്തോൾ നാരായണ മേനോൻ. സോ നിങ്ങൾ LSSന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറ്റാവുന്ന മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, എങ്കിലേ നിങ്ങൾക്ക് എക്സാമിന് നന്നായിട്ട് എഴുതാൻ പറ്റുള്ളൂ. LSSുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. അത് കാണാത്തവരൊക്കെ കാണുക. ഇനി ഏത് സബ്ജക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് നിങ്ങൾ കമൻ്റ് ആക്കുക. നമ്മുടെ ചാനൽ ഒരു പുതിയ ചാനലാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ട് ആക്കി തരിക. സോ ദാറ്റ്സ് ഓൾ. താങ്ക് യു ഫ്രണ്ട്സ്.